മലപ്പുറത്തേക്ക് പോയാൽ മലപ്പുറത്ത് തവനൂരിൽ UDF 28 വോട്ടിൽ ലീഡ് ചെയ്യുന്നു. തവനൂരിൽ UDF ലീഡ് ചെയ്യുന്നു. അതേസമയം പൊന്നാനിയിൽ ലീഡ് ചെയ്യുന്നത് LDF ആണ്. തവനൂര് 43-43-43-43-5 കാട്ടാക്കടയിൽ ഇതാ UDF 20 വോട്ടിന് ലീഡ്. കാട്ടാക്കട പോലൊരു മണ്ഡലത്തിൽ UDF ലീഡ് ചെയ്യുന്നു. 43-43 ഇപ്പോൾ പേരാമ്പ്രയിൽ UDF 10 വോട്ടിന് ലീഡ് ചെയ്യുന്നു. ഫാത്തിമ തഹ്ലിയ 10 വോട്ടിന്. എലത്തൂരിൽ UDF 35 വോട്ടിന് ലീഡ് ചെയ്യുന്നു. നോർത്തിൽ UDF ലീഡ് ചെയ്യുന്നു. സൗത്തിൽ UDF ലീഡ് ചെയ്യുന്നു. ആദ്യഘട്ടത്തിൽ നോർത്തിലും സൗത്തിലും കോഴിക്കോട് നോർത്തിലും സൗത്തിലും UDF ലീഡ് ചെയ്യുകയാണ്. അപ്പൊ മലബാറിൽ UDFന്റെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽക്കുന്നില്ല. പക്ഷേ മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും UDFന്റെ പ്രതീക്ഷകൾ കടപുഴകുകയാണോ? എല്ലാ സിറ്റിംഗ് സീറ്റുകളിലും ഏതാണ്ട് എല്ലാ സിറ്റിംഗ് സീറ്റുകളിലും LDF നിലനിർത്തുന്നു എന്നാണ് കാണേണ്ട കാര്യം. അതിൽ തന്നെ NDA 5 സീറ്റുകളിൽ ഇടറാതെ നിൽക്കുന്ന കാഴ്ച ആദ്യത്തെ 15 അമ്പലപ്പുഴയിൽ G സുധാകരൻ പിന്നിൽ. അമ്പലപ്പുഴയിൽ LDF 12 വോട്ടിന് ഇപ്പോൾ മുമ്പിലാണ്. അമ്പലപ്പുഴയിൽ പൂഞ്ഞാറിൽ LDF മുമ്പിലാണ്. ചങ്ങനാശ്ശേരിയിൽ LDF മുമ്പിലാണ്. പുതുപ്പള്ളിയിൽ UDF ലീഡ് നിലനിർത്തുന്നു. ആലപ്പുഴയിൽ LDF മുന്നിലാണ്. 47 സീറ്റിൽ UDF ലീഡ് ചെയ്യുമ്പോൾ 44 LDF ലീഡ് ചെയ്യുന്നു എന്നതാണ്. നമുക്ക് NDAയുടെ സീറ്റ് നില മാറി മറിഞ്ഞില്ല, സ്റ്റഡിയായി അവരോട് നിൽക്കുന്നു. തിരുവനന്തപുരത്ത് നേമത്ത് ഇപ്പോഴും തിരുവനന്തപുരം ജില്ലയിൽ സീറ്റ് നിലനിർത്തുന്നു. വയനാട്ടിലേക്ക് പോയാൽ വയനാട്ടിൽ കൽപ്പറ്റയിൽ UDF മുന്നിലാണ്. മാനന്തവാടിയിൽ പക്ഷേ LDF ആണ് മുന്നിൽ. സുൽത്താൻ ബത്തേരിയിൽ UDF 56 വോട്ടിന് മുന്നിലാണ്. കോഴിക്കോട്ടേക്ക് വന്നാൽ എലത്തൂരിൽ UDF തേരോട്ടം. UDF 35 വോട്ടിന് മുമ്പിലാണ്. പേരാമ്പ്രയിൽ ഫാത്തിമ തഹ്ലിയ 10 വോട്ടിന് മുന്നിലാണ്. ഇപ്പോൾ സൗത്തിൽ UDF മുന്നിലാണ്. നോർത്തിലും UDF മുന്നിലാണ്. കോഴിക്കോട് എക്സിറ്റ് പോൾ പ്രവചനങ്ങളെ ഫലവത്താക്കുമോ നിഷാദ്? കോഴിക്കോട് നോക്കും, പൊതുവായ ചിത്രം കാണുമ്പോൾ നമുക്ക് പ്രവചിക്കാൻ കഴിയാത്ത വിധം